എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അറിയിപ്പ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത വിദ്യാർത്ഥികളിൽ പലരും ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളത് യൂണിവേഴ്സിറ്റി പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുകയും അതുപോലെ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കൺഫർമേഷൻ അത് ഉറപ്പാക്കുന്നതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് പുതുതായിട്ട് വിദ്യാർത്ഥികൾ വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് ആപ്ലിക്കേഷൻ ഫോം വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാത്ത വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ്, അതായത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത വിദ്യാർത്ഥികളും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ് റിലീസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്, അതായത് 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ 3ാം അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് എന്നിവയിൽ പരിഗണിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 15 മുതൽ 18 വരെ 18 വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല എഡിറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ 15/7/2024 പത്രക്കുറിപ്പിൽ ലഭ്യമാക്കിയിട്ടുള്ളതാണ്. അപേക്ഷയിലെ തിരുത്തലുകൾ വരുത്തുകയാണെങ്കിൽ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ എടുത്തു സൂക്ഷിക്കേണ്ടതും അതത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ എന്ന് സർവകലാശാല നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. നിരവധി വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കുകയും എന്നാൽ അപേക്ഷ പൂർത്തീകരിക്കാത്തതുമായിട്ടുള്ള സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കുകയും എന്നാൽ അപേക്ഷ പൂർത്തീകരിക്കാത്തതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ പൂർത്തീകരിക്കുന്നതിനുള്ള സൗകര്യം സ്റ്റുഡൻറ്റ് ലോഗിനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് 23-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്രകാരം അപേക്ഷ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ, അതായത് ഇപ്രകാരം അപേക്ഷ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രസ്തുത സമയത്ത് സ്റ്റുഡൻറ്റ് ലോഗിൻ ലഭ്യമാവുള്ളൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 23-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ ലഭ്യമാകും. ലോഗിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കൺഫർമേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വയ്ക്കുക. അതുപോലെ അപേക്ഷ പൂർത്തീകരിക്കാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കോ റാങ്ക് ലിസ്റ്റിലേക്കോ പരിഗണിക്കുന്നതായിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് വരുന്ന സമയത്ത്, അതായത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ അത് കൺഫേം ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ ഒരു സപ്ലിമെൻ്ററി റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും നിരവധി വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാത്തത് കാരണം ഈ ഒരു ഷെഡ്യൂള് പ്രകാരം അടുത്ത ദിവസത്തേക്കാണ് ഇത് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ല, അതായത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.